ഇന്നിവിടെ ബാംഗ്ലൂർ ഗണപതി ഉത്സവത്തിൻ്റെ സെലിബ്രേഷനാണ്. എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ബട്ട് ബേസിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. കാണുമ്പോഴൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നില്ല പാറ്റേൺ. ഇറ്റ്സ് വെരി ഗുഡ്. ഒന്നും പറയാനില്ല. കാരണം എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനാണ് ഞാൻ. ഇമാരി പിക്കൊക്കെ എനിക്ക് കിട്ടിയതിൽ. കാരണം അവർ കൂടെ സെൽഫി എടുക്കാൻ പറ്റിയല്ല. അതന്നെ ഏറ്റവും വലിയ നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നാസിക് ഡോൾ വായിക്കുന്ന പിള്ളേർ അവന്മാർ രക്ഷയില്ല. അവന്മാർ തീ പാറുന്ന കൊട്ടാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവരുടെ കൊട്ടി ഇഷ്ടപ്പെട്ടു. നൈസ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള പിള്ളേരാണ്. പിന്നീടുള്ള കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരുപാട് വിവിധ തരത്തിലുള്ള നൃത്തങ്ങളുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഫോട്ടോ ഈ പിള്ളേർ രക്ഷിച്ചിട്ട് അമ്മാസം ഉണ്ടാവുന്നില്ലേ. അവൻ വേറെ ലെവലിൽ. അവൻ്റെ പേര് ഞാൻ ചോദിച്ചു, സഞ്ജു എന്നാണ് പേര്. സഞ്ജുവിനെ കൊട്ട്, നൈസ് കൊട്ട്. കർണാടകയിൽ നമ്മൾ കാണാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കർണാടകയിൽ ഇവിടുത്തെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക തരം പ്രശ്നമാണ്. പിന്നെ ഈ ഒരു സംഭവം അയ്യോ പുള്ളിക്കാരൻ കാണിക്കുന്ന സ്വിമ്മിൽ വേറെ ലെവലായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ തീ കൊണ്ടുള്ള ഒരുപാട് സ്റ്റെപ്പ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ വായിൽ തീ പിടിച്ചിട്ട് ഊതി പറപ്പിച്ച് കളയുക. ഒരുപാട് ആൾക്കാർ കാണാനായിട്ട്. അതുപോലെ കിടന്നിട്ടൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അതാണ് ഇതിൻ്റെ അത് വേറെയുള്ളൊരു വിസ്മയമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു വാളുണ്ട്. ആ വാള് കൊണ്ട് തേങ്ങൊക്കെ മുറിക്കണം കാണണം. മറ്റാ നിൽക്കണ വ്യക്തി തേങ്ങറിൽ ഈ പുള്ളിക്കാരൻ വാള് കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് തേങ്ങൊക്കെ വെട്ടുക. അതുപോലെ തന്നെ മത്തങ്ങ വെട്ടിയിട്ട് വായിൽ പിടിക്കുക. പെട്രോള് വായിൽ കൂടെ തുപ്പിക്കളയുക. എന്തൊക്കെ ഒന്നറിയില്ല കാണിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ വേറെ ലെവലാണ്, നൈസ കാണാം.